എല്ലാവർക്കും വിരുദ്ധ നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഡിസ്ക്രൈബർ. ഇന്ന് നമ്മൾ മാർക്കറ്റ് നോക്കാൻ പോകുന്നത് ടോപ്പ് 5 സിംബോൾസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് ഒരു പോളിംഗ് സ്റ്റോറി ആയിരുന്നു. ടോപ്പ് 5 സിംബോൾസിനെ കുറിച്ചുള്ള ലിസ്റ്റ് വേണോ, ഇല്ലെങ്കിൽ ടോപ്പ് 5 സൂപ്പർ വില്ലൻസ് വിത്തൗട്ട് പവറിനെ കുറിച്ചുള്ള ലിസ്റ്റ് വേണമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് മിക്കവരും വോട്ട് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 5 സൂപ്പർ വില്ലൻസ് വിത്തൗട്ട് പവറിനെ കുറിച്ചായിരിക്കും. നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന്. ഞാൻ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് 2 വോട്ടിന് ഇവിടെ സിംബോൾസ് ജയിച്ചെന്ന്. സോ അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് സിംബോൾസിനെ കുറിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത്. സൂപ്പർ വില്ലൻസ് വിത്തൗട്ട് പവർ ആ ലിസ്റ്റിന് വോട്ട് ചെയ്ത് ആരും തന്നെ നിരാശപ്പെടേണ്ട. അടുത്ത മാർക്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് ആ വീഡിയോ ആയിരിക്കും. പിന്നീട് ഈ ടോപ്പ് 5 സിംബോൾസിനെ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോപ്പുലാരിറ്റി അനുസരിച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ലിസ്റ്റ് കാണും. സോ ആ ലിസ്റ്റ് മറക്കാതെ താഴെ കമന്റിൽ പറയുക ഫ്രണ്ട്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് 5th പൊസിഷൻ തുടങ്ങി നമ്പർ 1 പൊസിഷൻ വരെയും ആരാണുള്ളത് നോക്കാൻ പോവാണ്. സോ മറക്കാതെ വീഡിയോ അവസാനം വരെയും കാണുക ഫ്രണ്ട്സ്. പിന്നെ ലിസ്റ്റിലേക്ക് കടക്കുന്ന മുമ്പ് ഒരേ ഒരു സിംബോട്ടിന് മാത്രം ഞാനൊന്ന് ഒതുക്കി വെക്കുകയാണ്. ആ സിംബോട്ടാണ് എന്നാൽ ദ ഗോഡ് ഓഫ് സിംബോട്സ് എന്ന് പറയാം. ഒരു ഹോണറബിൾ മെൻഷൻ കൊടുത്തിട്ട് നമുക്കൊന്ന് ഒതുക്കി വെക്കാം. ഗോഡ് ഓഫ് സിംബോട്സ് അല്ലേ, സോ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട. പിന്നെ ഓവർ പവർഡും കൂടിയാണ് ഈ സിംബോട്ട്. സോ നമ്പർ 5th പൊസിഷനിലുള്ള സിംബോട്ടാണ് ആൻറ്റി വെനം. സോ ആൻറ്റി വെനം വന്നിട്ട് മറ്റ് സിംബോട്ടിനെക്കാട്ടിലും കുറച്ച് മോസ്റ്റ് പവർഫുൾ സിംബോട്ട് തന്നെ പറയാം. പിന്നെ അത് മാത്രമല്ല മറ്റ് സിംബോട്സിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സിംബോട്ടാണെന്ന് പറയാം. ഇതിൻ്റെ ഹോസ്റ്റ് വന്നിട്ട് എഡി ബ്രോക്ക് തന്നെയാണ്. ആക്ച്വലി നമ്മുടെ വെനമാണ് ഈ ആൻറ്റി വെനമായിട്ട് മാറിയിരിക്കുന്നത്. മിസ്റ്റർ നെഗറ്റീവിൻ്റെ ഹീലിംഗ് ഫാക്ടർ ടച്ച് ചെയ്തതുകൊണ്ട് ഈ വൈറ്റ് ബ്ലഡ് സെല്ലുമായിട്ട് നമ്മുടെ വെനം വന്നിട്ട് മെർജായി. സോ വൈറ്റ് ബ്ലഡ് സെല്ലുമായിട്ട് മെർജ് ആയതുകൊണ്ട് തന്നെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വന്നിട്ട് ഫോം ആയി. ആ ഇമ്മ്യൂൺ സിസ്റ്റം ഫോം ആയതുകൊണ്ടാണ് വെനം വന്നിട്ട് ആൻറ്റി വെനമായി മാറിയിരിക്കുന്നത്. ആൻറ്റി വെനം മനുഷ്യന്മാരെ ആരും കൊല്ലത്തില്ല, സിംബിയോട്സിന് മാത്രമേ കൊല്ലത്തുള്ളൂ. ഈ സിംബിയോട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി വെനത്തിന് ബോഡി ടച്ച് ചെയ്താൽ മതി, അപ്പോൾ തന്നെ കത്തി നശിച്ചങ്ങ് പോകും. ഈ ആൻറ്റി വെനം വന്നിട്ട് മറ്റ് സിംബിയോട്സിനെക്കാട്ടിലും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സിംബിയോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസമാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം മറ്റ് സിംബിയോട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ്, ഒരു സ്പെഷ്യൽ ലൈറ്റ് ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. പക്ഷേ ഈ ആൻറ്റി വെനത്തിന് അതൊന്നും ഡിസ്റ്റർബൻസേ അല്ല. ആൻറ്റി വെനം ഒരു സിംബിയോട്ടൊന്നും അല്ല എന്നാണ് ചിലർ പറയുന്നത്. പിന്നെ അതുമാത്രമല്ല ഇത് കോമിക്സിൽ കുറച്ച് ദിവസം മാത്രമേ എഡി ബ്രോക്ക് വന്നിട്ട് ആൻറ്റി വെനം ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് 5th പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. അടുത്ത നമ്പർ 4th പൊസിഷനുള്ള സിംബിയോട്ടാണ് ഹൈബ്രിഡ് സിംബിയോട്ട്. മറ്റ് സിംബിയോട്സിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു സിംബിയോട്ടാണ്. പിന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ളൊരു സിംബിയോട്ടാണ് ഹൈബ്രിഡ് സിംബിയോട്ട്. സോ ഹൈബ്രിഡിൻ്റെ ഒറിജിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സിംബിയോട്ട് ആർമിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വെനത്തിൻ്റെ കുറച്ച് പകുതി എടുത്തിട്ട് ഒരു 5 സിംബിയോട്സിനെ ഉണ്ടാക്കി ഒരു ആർമി തന്നെ ക്രിയേറ്റ് ചെയ്തു, ലൈഫ് ഫൗണ്ടേഷനുള്ള ആൾക്കാർ. സോ ഈ 5 സിംബിയോട്സിനെയും ഇല്ലാതാക്കുന്ന പോരാട്ടത്തിൽ നമ്മുടെ സ്പൈഡർമാനും വെനം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം സ്പൈഡർമാനും വെനം കൂടി ചേർത്ത് ഈ 5 വെനത്തിന്, അതായത് 5 സിംബിയോട്സിനെ ഇല്ലാതാക്കുന്നു. സോ വെനത്തിൻ്റെ പകുതിയിൽ നിന്നാണ് ഈ 5 സിംബിയോട്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ വെനം സ്പൈഡർമാനും കൂടി ചേർന്ന് ഈ 5 സിംബിയോട്സിനെ ഇല്ലാതാക്കുന്നു. ഡെത്ത് ആയത് കണക്ക് ആ സീൻ, ആ ഷോട്ട് കാണിക്കുന്നു. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്കോട്ട് വാഷിങ്ടൺ എന്ന് പറഞ്ഞൊരു വ്യക്തി തൻ്റെ ആങ്കർ മാനേജ്മെൻറ്റിനായിട്ട് ഈ 5 സിംബിയോട്സിനും കൂടി വീണ്ടും റീജനറേറ്റ് ചെയ്യിപ്പിച്ച് മെർജ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ മെർജ് ചെയ്ത് ഉണ്ടായ ഒരു സിംബിയോട്ടാണ് ഈ ഹൈബ്രിഡ് സിംബിയോട്ട്. ഈ ഹൈബ്രിഡ് സിംബിയോട്ട് നമ്മുടെ സ്കോട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നു ഈ ആങ്കർ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഹൈബ്രിഡ് സിംബിയോട്ട് വന്നിട്ട് ബാക്കിയുള്ളവർക്ക് നല്ലതും കൂടി ചെയ്യുന്നു. ഈ പബ്ലിക്സിനൊക്കെ നല്ല കാര്യത്തിനൊക്കെ ചെയ്യുന്നു. നമ്മുടെ ബാറ്റ്മാൻ എങ്ങനെയാണോ സോ അതേ കണക്കന്നെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നു. ഒരു പാവപ്പെട്ട ഒരു സിംബിയോട്ടാണെന്ന് പറയാം. പക്ഷേ ഈ 5 സിംബിയോട്ടും കൂടി ഒരുമിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പെയിൻ, എപ്പോഴും ഒരു വേദന കാണും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇല്ലാതാകുന്നു, അതായത് ഒരു സൂസൈഡ് അറ്റംപ്റ്റ് തന്നെ പറയാം. സോ സ്വന്തമായിട്ട് നശിപ്പിക്കുന്നു. സോ എല്ലാവർക്കും ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് മരിച്ചിരിക്കുന്നതും, അതും സ്വന്തമായിട്ട്. അടുത്ത നമ്പർ 3rd പൊസിഷനിലുള്ള സിംബിയോട്ടാണ് നമ്മുടെ കാർനേജ്. സോ കാർനേജ് വന്നിട്ട് ഒരു സൈക്കോ കില്ലർ എന്ന് തന്നെ പറയാം ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ചോളൂ. സോ കാർനേജ് വന്നിട്ട് ചുമ്മാ വെരിത്തരമായിട്ട് കൊല്ലും. ഒരു സൈക്കോ പാർട്ട് തന്നെയാണ് കാർനേജിൻ്റെ ഹോസ്റ്റും ചെയ്യുന്നത് നമ്മുടെ ക്ലീറ്റസ് കസഡി. സോ ക്ലീറ്റസ് കസഡി വെനം 1 പോസ്റ്റ് ക്രെഡിറ്റ്സിന് കണ്ടതാണ്. സോ വെനം 2 വന്നിട്ട് ക്ലീറ്റസ് കസഡി കാർനേജ് ആയിട്ട് വരും. സോ നമ്മൾ ടൈറ്റിൽ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ലെറ്റ് ദെയർ ബി എ കാർനേജ് എന്ന് പറഞ്ഞിട്ട്. സോ ടൈറ്റിൽ തന്നെ ഉണ്ട് കാർനേജിനെ കാണിക്കുമെന്ന്. സോ അതൊക്കെ പോട്ടെ, നിങ്ങൾ സിനിമ വരുമ്പോൾ നമുക്ക് നോക്കാം. സിനിമ വരുമ്പോൾ ആർക്കറിയാം, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ സിനിമ വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ കാർനേജ് വന്നിട്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വെനത്തിൻ്റെ ഒരു മോനാണ്. വെനത്തിൻ്റെ ബ്ലഡിൽ നിന്നിട്ട് ഉണ്ടായ ഒരു മോനാണ്. ബാക്കിയുള്ള സിംബോട്ടിക്സ് ഒക്കെ ഒരു എക്സ്പെരിമെൻറ്റിൽ വഴി ഉണ്ടായതാണ്. വെനത്തിൻ്റെ ബ്ലഡിൽ നിന്ന് കുറച്ച് എക്സ്പെരിമെൻറ്റ് വഴി ഉണ്ടായതാണ്. പക്ഷേ ഇത് വന്നിട്ട് എക്സ്പെരിമെൻറ്റ് ഒന്നും ഇല്ല, അത് വെനത്തിൻ്റെ ബ്ലഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉണ്ടായതാണ്. അത് നമ്മൾ വെനം 2 കാണും. ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് സ്പോയിലർ ആയി പോകും ഫ്രണ്ട്സ്. സോ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മളത് വെനം 2 കാണും. ഈ കാർനേജിന് വന്നിട്ട് കുറച്ചും കൂടി ഒന്ന് അപ്ഡേഷൻ ഉണ്ടെന്ന് പറയാം ബാക്കി സിംബോട്ടിക്സ് എന്നിട്ട്. എന്ന് പറഞ്ഞാൽ കയ്യിലൊക്കെ എന്ത് വേണമെങ്കിലും ഒരു വെപ്പൺസിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും, ഷേപ്പ് ഷിഫ്റ്റിംഗ് പറ്റും. ഒരു ഭയങ്കര ഒരു വില്ലനാണെന്ന് തന്നെ പറയാം നമ്മുടെ വെനത്തിന്. സോ
കാർണേജിനെ അത്രയ്ക്കും ഈസി ആയിട്ടൊന്നും കൊല്ലാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കാർണേജ് വന്നിട്ട് ഇപ്പോൾ ഒരു ഹോസ്റ്റിൻ്റെ ബ്ലഡ് സെല്ലിലാണ് മെർജ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാർണേജിനെ നശിപ്പിച്ചാൽ കൂടി ആ ബ്ലഡ് സെല്ലിൽ എവിടെയെങ്കിലും ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർണേജ് വീണ്ടും റീജനറേറ്റ് ആയിട്ട് വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. സോ അത്രയ്ക്ക് എളുപ്പത്തിൽ കൊല്ലാനായിട്ട് സാധിക്കത്തില്ല. എങ്ങനെയാണ് വെനം 2 മൂവിക്കകത്ത് കാണിക്കാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നോക്കാം ഫ്രണ്ട്സ്. സോ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും വെനം 2 മൂവി റിലീസാകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ബ്രേക്ക് ഡൗൺ എന്തായാലും ചെയ്യാം ഫ്രണ്ട്സ്. അടുത്ത നമ്പർ 2nd പൊസിഷനിലുള്ള സിംബിയോട്ടാണ് ടോക്സിൻ. ടോക്സിൻ വന്നിട്ട് നമ്മുടെ കാർണേജിൻ്റെ മോനാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോക്സിൻ്റെ അപ്പൂപ്പനാണ് വെനം. ടോക്സിൻ മോസ്റ്റ് പവർഫുൾ സിംബിയോട്ടാണ് ഫ്രണ്ട്സ്. ഇതുവരെയും ഉണ്ടാക്കിയ സിംബിയോട്ടിലെ കുറച്ച് ഏറ്റവും കൂടുതൽ പവറുള്ള സിംബിയോട്ടാണെന്ന് പറയാം ടോക്സിൻ. പിന്നെ ടോക്സിൻ വന്നിട്ട് ഒരു കാർണേജിൻ്റെ വില്ലനാണ്. കാർണേജിൻ്റെ വില്ലനോ? സ്വന്തം അച്ഛൻ്റെ വില്ലനാണോ അവിടെ ടോക്സിൻ എന്നൊക്കെ ചോദിക്കുന്നത് ഫ്രണ്ട്സ്. നമ്മുടെ ടോക്സിൻ വന്നിട്ട് മോസ്റ്റ് ഓവർ പവർ ആയതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ഹീറോ ടൈപ്പാണ്. കുറച്ചൊക്കെ നല്ലതൊക്കെ ചെയ്യുന്നതാണ്. സോ അത് നമ്മുടെ കാർണേജിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. സോ കാർണേജിന് ഒരുപാട് വട്ടം ടോക്സിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ടോക്സിനെ കാർണേജിൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കുന്നത് നമ്മുടെ വെനമാണ്. ടോക്സിന് ഒരുപാട് പവർ ഉണ്ട് ഫ്രണ്ട്സ്. നല്ല ട്രാക്കറാണ്, ബെസ്റ്റ് ട്രാക്കറാണ്. നിങ്ങളിപ്പോൾ എവിടെ ഒളിച്ചിരുന്നാൽ പോലും നിങ്ങളുടെ സ്മെല്ല് വെച്ച് തന്നെ ട്രാക്ക് ചെയ്ത് വരും, എത്ര ദൂരം ഉണ്ടെന്നെങ്കിൽ പോലും. പിന്നീട് ടോക്സിന് ഇൻവിസിബിൾ ആകാനായിട്ട് സാധിക്കും. പിന്നെ ഷേപ്പ് ഷിഫ്റ്റിംഗ്, ആരെ വേണമെങ്കിലും മാറാനായിട്ടും സാധിക്കും ടോക്സിന്. മനുഷ്യന്മാരോ ഇല്ലെങ്കിൽ ഏത് മനുഷ്യൻ്റെ രൂപത്തിലും മാറാനായിട്ട് സാധിക്കും ടോക്സിന്. ഒരു ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയാം, ബെസ്റ്റ് ഷേപ്പ് ഷിഫ്റ്റിംഗ് എന്ന് പറയാം. ഉള്ളതിലെ ഏറ്റവും യങ് സിംബിയോട്ടാണ് ഈ ടോക്സിൻ. അടുത്ത നമ്പർ 1 പൊസിഷനുള്ളത് ആരാന്ന് വെച്ചാൽ നിങ്ങൾ മിക്കവരും ഗസ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അത് വെനമാണ് ഫ്രണ്ട്സ്. വെനത്തിന് എന്തിനാടാ ഫസ്റ്റ് പൊസിഷൻ കൊടുത്തതെന്ന് ഇപ്പം നിങ്ങളുടെ മിക്കവരുടെ മനസ്സിലും തോന്നും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം എത്ര പവർ വെനമേ ജയിക്കത്തുള്ളൂ. ഇതാണ് ഫ്രണ്ട്സ് ടോപ്പ് 5 സിംബിയോട്സ്. സോ നിങ്ങളുടെ മനസ്സിലും ഒരു ലിസ്റ്റ് കാണും, ഇതൊക്കെയാണ് ടോപ്പ് 5 ബെസ്റ്റ് സിംബിയോട്സ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ആ ലിസ്റ്റ് മറക്കാതെ താഴെ കമൻറ്റിൽ പറയുക ഫ്രണ്ട്സ്. ഞാൻ ഈ ലിസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോപ്പുലാരിറ്റി അനുസരിച്ചാണ്, എൻ്റെ ഫേവറേറ്റ് അനുസരിച്ചല്ല. ഇതിൽ മിക്കതും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ്, പക്ഷേ പോപ്പുലാരിറ്റി അനുസരിച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിതിൽ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയുക ഫ്രണ്ട്സ്. ബാക്കിയുള്ളവരും കൂടി അറിയട്ടെ. ഇത്ര നേരം കണ്ടു കേട്ട് സച്ചിന് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.